സൂര്യനാമൂണത്തുമേ അച്ഛനാണേ ഇഷ്ടം. ദൈവമേ ഞാൻ നിൻ സവിധി കൂപ്പുകൈകളുമായെന്നും അണഞ്ഞിടുമ്പോ നീ നിൻ കൃപയെന്നിൽ തൂകണമേ. ദൈവമേ ഞാൻ നിൻ സവിധി കൂപ്പുകൈകളുമായെന്നും അണഞ്ഞിടുമ്പോ നീ നിൻ കൃപയെന്നിൽ തൂകണമേ. പാരിഷ് ഫാമിലി യൂണിയൻ സെൻട്രൽ കമ്മിറ്റിയുടെ വൈസ് ചെയർമാൻ ശ്രീ ജോസ് ഗോകുലത്തിങ്കൽ, ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ ഫാദർ പോൾ ചുള്ളി, അസിസ്റ്റന്റ് വികാരി ഫാദർ ഡിൻഡോ മാണിക്കത്താൻ, നിരവധി ടി വി പരിപാടികളിലൂടെയും സിനിമകളിലൂടെയും നിങ്ങൾക്കെല്ലാം സുപരിചിതനായ സിനിമാ താരം സുധീർ പറവൂർ, പ്ലേബാക്ക് സിംഗർ ജ്യോതിഷ്, ബഹുമാനപ്പെട്ട മഠത്തിൽ സി മഠത്തിലെ മദർ പ്രീത, സെൻട്രൽ കമ്മിറ്റിയുടെ ഭാരവാഹികളെ, സ്നേഹം നിറഞ്ഞ അപ്പച്ചന്മാരെ, ആദ്യമേ തന്നെ ഇന്നത്തെ നല്ല സുദിനത്തിന്റെ ഫാദേഴ്സ് ഡേയുടെ എല്ലാവിധ ആശംസകളും എല്ലാവർക്കും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. നമ്മളെല്ലായ്പ്പോഴും മദേഴ്സ് ഡേയും ചിൽഡ്രൻസ് ഡേയും മറ്റ് ദിവസങ്ങളെല്ലാം നമ്മൾ ആചരിക്കാറുണ്ട്. എന്നാൽ ഫാദേഴ്സ് ഡേ പലപ്പോഴും നമ്മൾ ആചരിക്കാറില്ല. നമ്മുടെ ഇടവകയുടെ ചരിത്രത്തിലും ആദ്യമായിട്ടാണ് ഇത്രയും ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതും ഇത്രയും എന്റെ ഓർമ്മയിൽ ഇത്രയും അപ്പന്മാർ ഒരുമിച്ച് കൂടിയ ആരെങ്കിലും ചരിത്രം ഉണ്ടായി എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും വെള്ള ഷർട്ടുകളൊക്കെ ഇട്ട് വളരെ സുന്ദരന്മാരായി നിലനിൽക്കുന്നത് കാണുമ്പോൾ തന്നെ വളരെ സന്തോഷം തോന്നുകയാണ്. നിങ്ങൾ നൽകിയ ഈ സ്നേഹത്തിനും സഹകരണ ആദ്യം തന്നെ നന്ദി പറയുകയാണ്. ഈ പരിപാടിയുടെ അവസാനം വരെ 10 മണിക്ക് നമ്മുടെ പരിപാടി തീരുന്നത് വരെ ഈ സഹകരണം ഉണ്ടാകുന്നത് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു ആണ് അപ്പച്ചൻ എന്ന് പറയുന്നത്. എന്നാൽ ഈ അപ്പച്ചന് നമ്മൾ നൽകി വരുന്ന വേറൊരു മുഖം കൊണ്ട് ചിരിക്കാത്ത കർക്കശക്കാരനായ എല്ലാവരും ദേഷ്യത്തോടെ പെരുമാറുന്ന ഒരു മുഖമാണ് പലപ്പോഴും നമുക്ക് നൽകി വരുന്നത്. തീർച്ചയായും ഞാനും നിങ്ങളും എല്ലാം ഉൾപ്പെട്ട ഈ അപ്പച്ചന്മാര് നമ്മുടെ അപ്പച്ചന്മാരുടെ കാണലിൽ ഈ സേവനങ്ങൾ അനുഭവിച്ചവരാണ്. തുടർന്നും നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ കുടുംബത്തിനുമെല്ലാം ഈ അപ്പച്ചന്റെ സ്നേഹം തുടർന്ന് നൽകുവാൻ ഈ ഫാദേഴ്സ് ഡേയിൽ നിന്നും കൂടുതൽ ഊർജ്ജം നിങ്ങൾക്ക് ലഭിക്കട്ടെ. സെൻട്രൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ പരിപാടിക്ക് ഇതുവരെ എല്ലാ രീതിയിലും മുന്നിൽ നിന്ന് എല്ലാ കാര്യങ്ങളും അയച്ച ജോസ് തന്നെയായിരുന്നു. ജോസിന്റെ ഒത്തിരി സ്നേഹത്തോടെ നിങ്ങൾ എല്ലാവരുടെയും പേരിൽ ഞാൻ വേദിയിലേക്ക് സ്വാഗതം അച്ഛനുണ്ടായിരുന്നു. അത്തരത്തിൽ നമ്മുടെ എല്ലാ പരിഗണനകളും പാചകത്തിനൊപ്പം എല്ലാ കാര്യങ്ങളും അന്വേഷിക്കാനും എല്ലാ കാര്യങ്ങളും അച്ഛന്റെ ഒരു നിയന്ത്രണം നമുക്കുണ്ടായിരുന്നു. അച്ഛനെ ഒത്തിരി സ്നേഹത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കൊച്ചച്ഛൻ ലിൻഡോ മാണിക്കത്താൻ അച്ഛനും നമ്മുടെ ഒപ്പം എല്ലാ പരിപാടികളിലും സജീവമായ രംഗത്തോടെ വിശുദ്ധ കുർബാന അർപ്പിച്ച അച്ഛനാണ്. നമ്മുടെ പരിപാടികൾ ഭംഗിയാക്കാൻ അച്ഛൻ എല്ലാ സമയവും നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു. അച്ഛനെയും ഒത്തിരി സ്നേഹത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്ത നമ്മുടെ വിശിഷ്ട അതേ സുധീർ പറവൂരാണ്. സുധീർ ചേട്ടനായിട്ട് കുറെ നാളത്തെ പരിചയമുണ്ട്. ചേട്ടനിപ്പോൾ കുറെ സിനിമകളൊക്കെ ആയി. അപ്പൊ ഞാൻ ഈ പരിപാടിക്ക് വിളിച്ചപ്പോൾ തന്നെ തിരക്കാണ്, വരാൻ പറ്റില്ല, സാധ്യത വളരെ കുറവാണെന്ന് പറഞ്ഞെങ്കിൽ പോലും ഞാൻ ഫോട്ടോ ഒക്കെ വെച്ച് നോട്ടീസൊക്കെ അടിച്ച്
അപ്പൊ കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് ആസിഫിയുടെ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുകയാണ്. അപ്പൊ ഫുൾ ബുക്കിംഗ് ആണ്. ഇന്നലെ വരെ വിളിച്ചപ്പോൾ വരില്ല എന്നോട് പറഞ്ഞത്. അപ്പൊ ഞാൻ മാതാവിനോട് ശക്തിയായി ഒരുക്കി പ്രാർത്ഥിച്ചു. മാതാവ് പ്രാർത്ഥന കേട്ട ഷൂട്ടിംഗ് തുടങ്ങി. കാരണം അദ്ദേഹത്തോട് വരാൻ പറ്റിയിട്ടുണ്ട്. സുധീരന്റെ ഒത്തിരി സ്നേഹത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് അദ്ദേഹമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ജ്യോതിഷ് എല്ലാവർക്കും സുപരിചിതനാണ്. മുപ്പത്തറ സ്വദേശിയാണ്. ഇന്ന് പല സിനിമകളിലും പാടിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പരിപാടിയിൽ നമ്മുടെ ഒപ്പം കലാപരിപാടികളിലും പാട്ടുപാടാനൊക്കെ ജ്യോതിഷ പ്രഭു ഉണ്ടാവും. ജ്യോതിഷിനെയും ഒത്തിരി സ്നേഹത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് ഹർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ പ്രിയങ്കരനായ വികാരി അച്ഛൻ, അസിസ്റ്റന്റ് വികാരി ഡിൻഡോ മാണിക്കത്താൻ, ഇന്ന് വിശിഷ്ടാതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്ന പ്രശസ്ത സിനിമാ താരം സുധീർ പറവൂർ, എൻ്റെ സുഹൃത്തും സിനി പിന്നണി ഗായകനുമായ ശ്രീ ജ്യോതിഷ്, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട പ്രിയങ്കരിയായ നമ്മുടെ മദർ സിസ്റ്റർ പ്രീത, മറ്റ് സെൻട്രൽ കമ്മിറ്റി ഭാരവാഹികളെ, പ്രിയമുള്ള അപ്പച്ചന്മാരെ, വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നത്. ഈ വർഷവും കഴിഞ്ഞ വർഷവും മദേഴ്സ് ഡേ ആഘോഷിച്ചു. വളരെ ഭംഗിയായിട്ട് 2 വർഷവും മദേഴ്സ് ഡേ ആഘോഷിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് അമ്മമാരൊരു വെല്ലുവിളി നടത്തി, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ആഘോഷിക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് എന്ത് അപ്പന്മാർക്ക് ആഘോഷിക്കാൻ പറ്റാതെ? കഴിഞ്ഞ വർഷം നിങ്ങളൊരു കേക്ക് മുറിച്ചല്ലേ ആഘോഷിച്ചത്, ഈ വർഷം നിങ്ങൾക്ക് എന്തുകൊണ്ട് കൂടാൻ പറ്റുന്നില്ല എന്നൊരു വെല്ലുവിളി നമ്മുടെ അമ്മമാർ നടത്തിയപ്പോൾ ആ വെല്ലുവിളി ഏറ്റെടുത്തിട്ട് ആണ് നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു പരിപാടി നടത്താൻ ആലോചിച്ചത്. അങ്ങനെ വ്യവസ്ഥകളോ അതിരുകളോ ഇല്ലാത്ത സ്നേഹമാണ്. അപ്പൻ എന്ന് പറഞ്ഞാൽ ഒരു കരുതലാണ്. അപ്പൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും, അതായത് ഞാൻ കുടുംബ യൂണിറ്റ് വിടുമ്പോൾ പറയും അമ്മമാരുടെ അടുത്ത്, ഒരു മകന് അവന്റെ പിതാവ് കല്യാണം ആലോചിക്കണമെന്നുണ്ടെങ്കിൽ അവന് ആദ്യം അവരെ മാതാപിതാക്കൾ നോക്കുന്നത് അവനൊരു കുടുംബം പോറ്റാൻ കഴിവുണ്ടോ എന്നാണ്. ആ കുടുംബം പോറ്റാൻ കഴിവുണ്ട് എന്ന് തോന്നിയാൽ ആണ് ഒരു വിവാഹം ആലോചിക്കുന്നത്. ആ വിവാഹം ആലോചിക്കുമ്പോൾ മുതൽ ആ കുടുംബത്തിന്റെ മുഴുവൻ ഭാരവും തോളിലേറ്റി മുഴുവൻ ആകുലതകളും പേറി തന്റെ മക്കളെ വളർത്തി വലുതാക്കി അവരെ ഒരു ജീവിതാന്തസ്സിലേക്ക് കൈപിടിച്ചുയർത്തുന്നവരെ ആ കുടുംബത്തിന്റെ എല്ലാ ഭാരവും തോളിലേറ്റി നടന്ന ഒരു സമൂഹമാണ് പിതാക്കന്മാർ. അപ്പൊ ആ പിതാക്കന്മാരുടെ ദിവസം അതിമനോഹരമായി ഏറ്റവും സന്തോഷപൂർവ്വം ആചരിക്കേണ്ട തന്നെ ദിവസമാണ്. മറ്റേത് ദിവസത്തെക്കാളും പ്രാധാന്യമുള്ള ദിവസം തന്നെയാണ് പിതാക്കന്മാരുടെ ദിവസവും. അതുകൊണ്ട് തന്നെ ഏറ്റവും മഹത്വത്തോടുകൂടി ഏറ്റവും ശ്രേഷ്ഠമായ ഈ ദിവസം ഏറ്റവും മഹനീയമായി നമ്മളിവിടെ ആചരിക്കുമ്പോൾ, ആഘോഷിക്കുമ്പോൾ അതിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ ഇവിടെ കടന്നു വന്ന എല്ലാവരുടെയും ഞാൻ അനുമോദിച്ചുകൊണ്ട് എന്നെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. സ്നേഹം പറഞ്ഞ സെൻട്രൽ കമ്മിറ്റി അംഗങ്ങളെ, കൈക്കാരന്മാരെ, പ്രിയമുള്ള യൂണിറ്റ് ഭാരവാഹികളെ, സ്നേഹം നിറഞ്ഞ അപ്പച്ചന്മാരെ, പിതാക്കന്മാരെ അനുമോദിക്കുന്ന ദിവസം. ഞാൻ ഇവിടെ ഇരുന്നപ്പോ ചിന്തിക്കുകയായിരുന്നു, അമ്മ വീട്ടിലെ പണിയൊക്കെ എടുക്കുമ്പോ ഈ അപ്പച്ചന്മാര്, അച്ഛന്മാര്, അപ്പന്മാര് കഠിനാധ്വാനം ചെയ്ത് രക്തം വിയർപ്പാക്കി എന്തുമാത്രം സമ്പാദിക്കുന്നത് എല്ലാ മക്കൾക്ക് വേണ്ടി. ഒരു കുഞ്ഞിന് അമ്മ ഉദരത്തിൽ ജന്മം കൊടുക്കുമ്പോ അച്ഛൻ ഹൃദയത്തിനാണ് കുഞ്ഞിന് ജന്മം കൊടുക്കുക. അധ്വാനിക്കുക ഈ അച്ഛന്മാര്. അപ്പൊ ഈ അച്ഛന്മാർ ചെയ്യുന്ന അധ്വാനം, അവരുടെ വിയർപ്പ് കുറച്ചൊന്നുമല്ല. നമ്മൾ അമ്മമാരെ പുകഴ്ത്തി പറയാറുണ്ട്, ശരിയാണ്. അമ്മമാർ ഒത്തിരി ജോലി ചെയ്യുന്നുണ്ട്. ഇന്നത്തെ സാധാരണ ക്ലാസ്സിൽ കേട്ടപ്പോ അമ്മമാരുടെ കൂടി ജോലി ചെയ്ത് ഞാൻ ചിന്തിച്ചു പോയിരുന്നു. ഇപ്പൊ എല്ലാം മെഷീൻ സാഹചര്യങ്ങളുള്ളതുകൊണ്ട് ഇപ്പൊ അമ്മമാർക്ക് പണി പോയി. ഇപ്പൊ നിങ്ങളാണ് ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്ന കുടുംബത്തിന് വേണ്ടി.
ചിന്തിക്കാറില്ല. നിങ്ങൾ കച്ചവടം ചെയ്തു, അത് അധ്വാനിച്ച് ഒരു കുടുംബം പോറ്റുകയാണ്, നിങ്ങളുടെ ദിവസമാണ്. അപ്പോ നിങ്ങളെ ഇന്നത്തെ ദിവസം എല്ലാവരും വിളിച്ചുകൂടി ഒന്ന് അനുമോദിക്കുക, ആശംസകൾ നേരുക. ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ്. ഇന്ന് പള്ളിയിൽ എല്ലാവരും വന്ന് നിന്നു കാഴ്ച നടക്കുന്ന സമയത്തും ഇവിടെ നിങ്ങൾ എല്ലാവരും വെള്ളം കൊണ്ട് വെള്ള ഷർട്ടൊക്കെ ഉടുത്തൊരുങ്ങിയിട്ട് നിങ്ങളുടെ മനസ്സിൽ സന്തോഷമാണ്. ഒത്തിരിയേറെ സന്തോഷം നിങ്ങളെല്ലാവരും അനുമോദിക്കുകയാണ്, അഭിനന്ദിക്കുകയാണ്, എല്ലാ ആശംസകളും നൽകുകയാണ് ദിവസത്തിന്റെ. അത്രയേറെ അധ്വാനിക്കുന്നുണ്ട് ഓരോ അപ്പച്ചന്മാരും ഓരോ അച്ഛന്മാരും. ഇപ്പൊ നിങ്ങളെ പ്രത്യേകം അനുമോദിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകൾ നേർന്നു, എല്ലാവിധ സന്തോഷവും എന്റെ എല്ലാവിധ പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് ഈ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തത് അറിയിച്ചുകൊള്ളുന്നു. അടുത്തതായി ആരംഭിക്കുന്നത് ശ്രീ വർക്കി ജോസ് 80 വയസ്സിന്റെ കാറ്റഗറിയിലും ജോസേട്ടൻ ഉൾപ്പെട്ടിട്ടുണ്ട്. നല്ല ഒരു കയ്യടി. അടുത്തതായി ശ്രീ ജോൺ വർഗീസ് ആണ്, സിസ്റ്റർ മരിയയുടെ പിതാവാണ്. ശ്രീ ജോൺ വർഗീസ്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ പച്ചന്മാർക്കും എന്റെ ഫാദേഴ്സ് ഡേ ആശംസകൾ അർപ്പിക്കുകയാണ്. എന്തായാലും ഇന്നത്തെ ഈ പരിപാടിക്ക് വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ജോർജ് സാറായിട്ടുള്ള ഒരു വലിയൊരു കുറെ നാളത്തെ ഒരു കണക്ഷനാണ്, ഒരു ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. സാറിന്റെ ഒരു മിക്ക പരിപാടിക്ക്, പോലീസ് സ്റ്റേഷന്റെ പരിപാടി ആയിക്കോട്ടെ, എന്ത് ഫാമിലി പരിപാടി ആയിക്കോട്ടെ, സാർ വിളിക്കും. സാറിനെ ഒരിക്കലും ഒരു പോലീസുകാരനായിട്ട് ഫീൽ ചെയ്യാറില്ല. ഒരു അടുത്ത സുഹൃത്തിനെ പോലെയാണ് എപ്പോഴും ഫ്രീ ആയിട്ട് സാധാരണക്കാരനായിട്ടാണ് ഇപ്പോൾ സാറിന് സംസാരിക്കാറുള്ളത്. അപ്പോ എന്ത് പരിപാടി വന്നാലും ആദ്യം എന്നെ വിളിക്കും, പിന്നെ ജ്യോതിഷിനെ വിളിക്കും, പിന്നെ ഷിജു മുപ്പത്തടം ഡാൻസറും കൊറിയോഗ്രാഫറൊക്കെയാണ് സിനിമയ്ക്ക്. ഷിജു വന്നിട്ടുണ്ട് ഇവിടെ. അപ്പൊ ഞങ്ങളെയൊക്കെ ആ ഒരു പരിപാടിക്ക് ഉൾപ്പെടുത്താൻ നോക്കും. ഞാൻ ഒരുപാട് പരിപാടികളൊക്കെ ആയിട്ട് പല ഭാഗങ്ങളിലൊക്കെ ആണെങ്കിലും സാറിന്റെ ഒരൊറ്റ പരിപാടി പോലും വരാതിരുന്നിട്ടില്ല. അപ്പൊ ഈ തവണ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ പരിപാടിയുടെ സുധീറെ 15-ാം തീയതി എന്ന് പറയാം. എനിക്ക് ആസിഫിന് ഞാൻ പുറത്തായിരുന്നു, ഞാൻ ജ്യോതിഷൊക്കെ പുറത്തായിരുന്നു, UK-യിലായിരുന്നു. ഞങ്ങള് ഈസ്റ്റർ വിഷു ഒക്കെ ആയിട്ട് 2 മാസത്തോളം പുറത്തായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോ തന്നെ ആസിഫിന്റെ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടി ഞാൻ പോയപ്പോ സാറിങ്ങനെ പറഞ്ഞപ്പോ, സാറേ 15-ാം തീയതി വരെ എനിക്ക് ഷൂട്ടാണെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞ്, അയ്യോ 15-ാം തീയതി ആണ് നമ്മുടെ പരിപാടി, അപ്പൊ അന്ന് എന്തായാലും സുധീറിന് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല സാറേ, അത് ഉറപ്പ് പറയരുത്, അവിടെ ഷൂട്ടിൽ ഡേറ്റ് പറഞ്ഞപ്പോൾ നമ്മൾ അതിൽ നിൽക്കണം. കാരണം അവിടെ എല്ലാവരും വലിയ ക്രൂവൊക്കെ ആയിട്ട് വലിയ ഒരു പടമാണ് അത്. ടിക്കിട്ടാക്കാന്ന് പറഞ്ഞ ആസിഫിന്റെ ഒരു വലിയൊരു ആക്ഷൻ പടമാണ്. അപ്പൊ കോഴിക്കോടായിരുന്നു എന്റെ ഷൂട്ട്. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോ സാറ് ഇങ്ങനെ എല്ലാ ദിവസം അപ്ഡേറ്റ് ആയിട്ട് വിളിച്ചോണ്ടിരിക്കും, എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വേണ്ടി വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഇന്നലെ 14-ാം തീയതി ആയപ്പോഴും സാറിന്റെ പ്രാർത്ഥന കൊണ്ട് തന്നെ ഷൂട്ട് നിന്നു. 14-ാം തീയതി ഷൂട്ട് നിർത്തി. ആസിഫിലേക്ക് വേറെ ഒരു പരിപാടിയായിട്ട് തൽക്കാലം നിർത്തി 21-ാം തീയതി കണ്ടിന്യൂ. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം സാറിന്റെ പരിപാടിയായിട്ട് ഇതുവരെ ചെല്ലാണ്ടിരുന്നിട്ടില്ല. അപ്പൊ ഒരുപാട് സന്തോഷം. ഇപ്പൊ മുഖ്യമുള്ള ഭാഷ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സംസാരിക്കാൻ അറിയില്ല അങ്ങനെയാണ്. ഇപ്പൊ ഈ സാറൊക്കെ പറഞ്ഞ പോലെ തന്നെ അച്ഛന്മാരെ കുറിച്ച് പറയുമ്പോൾ എന്റെ ഫാദർ അച്ഛനും ചെറുകാരനായിരുന്നു. 3 മക്കളെയൊക്കെ നോക്കാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വളർത്തിയത്. അപ്പൊ ഞാൻ മാത്രം ഈ പറഞ്ഞ പോലെ വലിയ പഠിപ്പിലും വലിയ ഇതിലായിരുന്നു. 10ാം ക്ലാസ് ഒക്കെ ചെയ്തിരുന്നു. അപ്പൊ നിങ്ങൾ എല്ലാവരും വന്നിട്ടുണ്ടാകും. കാരണം ഇങ്ങനെ ഇത്രയും വലിയൊരു ഇത്രയൊക്കെ പഠിപ്പിച്ചിട്ട് പഠിക്കണമില്ല, എന്നാലും ജോലിയിലോട്ടും കൊണ്ട് പരിപാടിയൊക്കെ ആയിട്ട് നടക്കണമെന്നുള്ളൊരു ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അച്ഛനെ ഇതൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. അച്ഛൻ ഒരു കലാകാരൻ കൂടി ആയതുകൊണ്ട് അച്ഛനെ അറിയാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പൊക്കോളും എന്നുള്ള രീതിയിൽ തന്നെ നമ്മളെ അതിനൊന്നും മടി കൂടാണ്ട് എല്ലാത്തിനും പറഞ്ഞു കൊടുക്കും. അപ്പൊ അച്ഛനും കോൺഫിഡന്റ് ആയിരുന്നു, നമുക്ക് എവിടെയെങ്കിലൊക്കെ അവർ എത്തിക്കോളും എന്നുള്ളൊരു അച്ഛനെ ഇതുവരെ തളർത്തിയിട്ടില്ല ഒരിക്കലും. അപ്പൊ അവരുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടും എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടൊക്കെ ഈ ഒരു ഇതിലേക്ക് വരെ എത്താൻ പറ്റി. ഒരുപാട് കഷ്ടപ്പെട്ടാലെങ്കിലും അവസാനം ഒരു മീഡിയയിലൂടെയൊക്കെ വരാൻ സാധിച്ച് ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റി, പല രാജ്യങ്ങളിൽ പോകാൻ പറ്റി. അതൊക്കെ അച്ഛന്റെ നമ്മുടെയൊക്കെ പ്രാർത്ഥനയായിരുന്നു. അപ്പോ അവരൊരിക്കലും നമ്മൾ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ഞാനീ പറഞ്ഞ പോലെ തന്നെ ഒരു രീതിയിൽ നമ്മൾ അച്ഛനെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല. കാരണം വെച്ചാല് അച്ഛൻ ചെത്തുകാരനായിരുന്നിട്ട് പോലും ഞാനൊരു കള്ള് പോലും കുടിച്ചിട്ടില്ല. ജനിച്ചിട്ട് ഇതുവരെ മദ്യവും വലിയ എന്തായാലും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ അച്ഛനൊക്കെ പറയും, കാരണം നീയൊക്കെ കുറച്ചെങ്കിലും കുടിച്ചാലേ വയസ്സാകുമ്പോൾ എനിക്കൊക്കെ മേടിച്ചുള്ളൂ എന്ന് പറയും. അച്ഛനെ ഇന്നും നമ്മൾ നല്ല രീതിയിൽ തന്നെ നോക്കണം. അച്ഛന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അച്ഛന്റെ അനിയനും അച്ഛനുള്ള സ്ഥലത്തിന് ഞാൻ ഈ അടുത്തിടക്ക് വീട് വെച്ച് അവിടെ തന്നെ താമസിക്കണം. അപ്പൊ അച്ഛനും ഈ പറഞ്ഞ പോലെ സാറൊക്കെ പറഞ്ഞപ്പോഴാണ് അതിന്റെ കൂടുതൽ നമുക്ക് എന്താ പറയാ, ഈ അച്ഛന്മാരെ കാണുമ്പോൾ ഈ അപ്പച്ചന്മാരെ കാണുമ്പോഴും നമുക്കത് തോന്നിയത്. കാരണം അവരുടെ ജീവിതങ്ങളും കഷ്ടപ്പാടുകൾ എത്രത്തോളം കഷ്ടപ്പെട്ടാണ് അവർ ഇവിടം വരെയൊക്കെ എത്തിയിരിക്കുന്നത്. അപ്പൊ ഉള്ളിന്റെ ഉള്ളിലൊക്കെ ഉള്ളൊരു സ്നേഹവും കാരുണ്യമൊക്കെ നമുക്ക് അറിയാൻ പറ്റി. അപ്പൊ ഇങ്ങനെ ഒരു ഡേ ഉണ്ടാക്കാൻ, ഡേ ഉണ്ടെങ്കിലും ഇങ്ങനെ ഒരു കൂടിച്ചേരൽ ഉണ്ടായിട്ടില്ലെന്ന് സാറ് പറയണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഇത്രയും പേര്, അത് നമ്മളറിയാം, ഈ വലിയൊരു മഴയും കാറ്റും മഴയൊക്കെ ഇറങ്ങുന്നത്, ഇത്രയും പേര് ഇവിടെ ഒത്തുകൂടാന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു സന്തോഷം. മന്ദാരച്ചെപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ കയ്യിൽ വാർമതി
പൊന്നും തേനും വയമ്പുമുണ്ടോ വാനം പാടിതൻ തൂവലുണ്ടോ. അങ്ങനെ പോണൊരു പാട്ടാണ്. അതിന്റെ പാരഡിയാണ് ഞാൻ എഴുതിയത്. മുന്തയ്ക്ക് കുരുവുണ്ടോ പിടലിക്ക് നീരുണ്ടോ തലയിൽ താരനുണ്ടോ കയ്യിൽ മാന്തുമ്പോ ചൊടിച്ചിലുണ്ടോ കാലിൻ്റെ അടിഭാഗം വിള്ളലുണ്ടോ ആരെങ്കിലുമൊക്കെ രക്ഷപ്പെടുന്നേരം കണ്ണിൽ കടിയുണ്ടോ ആരെങ്കിലുമൊക്കെ രക്ഷപ്പെടുന്നേരം കണ്ണിൽ കടിയുണ്ടോ. ഇന്നത്തെ ദിവസത്തിന്റെ മംഗളങ്ങളെ ഏറ്റവും സ്നേഹത്തോടെ ആദ്യമേ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നേരുകയാണ്. എല്ലാവർക്കും എല്ലാവിധ ദൈവാനുഗ്രഹവും ഉണ്ടാകട്ടെ. അപ്പനെ എന്തിനോട് ഉപമിക്കാനായിട്ട് സാധിക്കുമെന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്റെ മനസ്സിലേക്ക് കടന്നു വന്നത് ആഴത്തില് വേരൂന്നി വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു വടവൃക്ഷം പോലെയാണ് ഒരു കുടുംബത്തിൽ അപ്പൻ എന്ന് പറയുന്നത്. കാരണം അപ്പൻ ആ കുടുംബത്തിലുണ്ടെങ്കിൽ ആ കുടുംബത്തിനത് ഒരു തണലാണ്. അതുപോലെ തന്നെ അമ്മയ്ക്കും മക്കൾക്കും അപ്പൻ എന്ന് പറയുന്നത് ഒരു സംരക്ഷണമാണ്, ഒരു ബലമാണ്. അപ്പൻ വീട്ടിലുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അപ്പന്റെ കൂടെയാണ് കുഞ്ഞുങ്ങൾ എന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ധൈര്യമാണ്. എവിടെയും ധൈര്യത്തിൽ ചെല്ലാൻ, സംസാരിക്കാം. ഒരു കുഞ്ഞെ ഉത്സവപ്പറമ്പിൽ അപ്പന്റെ കൈ പിടിച്ചു പോയ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഞാനും ഒത്തിരി തവണ കേട്ടിട്ടുള്ളതാണ്. അപ്പന്റെ കൈ വിട്ടു പോകുമ്പോൾ ആ കുഞ്ഞിന്റെ ഭയം അവിടെ ആരംഭിക്കുന്നു. അപ്പന്റെ കൈ പിടിച്ച് നടക്കുമ്പോൾ അല്ലെങ്കിൽ അപ്പന്റെ ഒക്കത്തിരിക്കുമ്പോൾ ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ധൈര്യമാണ്. പിതൃദിനത്തിന്റെ എല്ലാവിധ നന്മകളും ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുന്നു. അച്ഛന്റെയും സെൻട്രൽ കമ്മിറ്റി അംഗങ്ങളുടെയും കുറെ നാളത്തെ ആഗ്രഹമാണ് പിതൃദിനം ഏറ്റവും ഭംഗിയായി നടത്തണമെന്നുള്ളത്. ഓരോ കുടുംബ യൂണിറ്റ് വാർഷികങ്ങൾ നടക്കുമ്പോഴും നമ്മുടെ വൈസ് ചെയർമാൻ ജോസ് ഈ കാര്യം യൂണിറ്റിൽ പറയുമ്പോൾ യൂണിറ്റിൽ നിന്നും ലഭിക്കുന്ന ഫീഡ്ബാക്ക് വളരെ പോസിറ്റീവായിരുന്നു. നിങ്ങളുടെ സഹകരണത്തിന്റെ നിറസാന്നിധ്യമാണ് ഇന്ന് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ അപ്പച്ചന്മാർക്കും അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. അപ്പച്ചന്മാരെ ആദരിക്കാൻ, നിങ്ങളുടെ ത്യാഗപൂർണമായ സ്നേഹസേവനങ്ങൾ അനുസ്മരിക്കാൻ ദൈവമൊരുക്കിയ ഈ ദിനം ഏറ്റവും ഭംഗിയാക്കി തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. വളരെ സന്തോഷം. എന്റെ മുമ്പിലിരിക്കുന്ന എല്ലാ അച്ഛന്മാർക്കും ആദ്യം തന്നെ ഞാനും ഒരു അച്ഛനാണ്. എന്റെ എല്ലാവിധ ഫാദേഴ്സ് ഡേ ആശംസകൾ നേരുകയാണ്. അതുപോലെ തന്നെ മുമ്പിലിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. എന്റെ സുധീരേട്ടൻ പറഞ്ഞ പോലെ ഞാനും എന്റെ അച്ഛന്റെ കലാ സൃഷ്ടികൾ കണ്ടിട്ടാണ് ഞാനും ഒരു കലാകാരനായിട്ട് ഇന്ന് ഈ വേദിയിൽ ഇരിക്കാൻ അവസരം ലഭിച്ചത്. അച്ഛൻ വിട്ടുപോയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 10 വർഷമായി. അച്ഛൻ നല്ലൊരു കലാകാരനായിരുന്നു, പാട്ടുകാരനായിരുന്നു, അതുപോലെ തന്നെ നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നു, ഒരു ഫിഗർ ആർട്ടിസ്റ്റ് ആയിരുന്നു, ജയന്റെയൊക്കെ ഡൂപ്പ് ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ എന്റെ വീട് തൊട്ടടുത്താണ്, നമ്മുടെ മുപ്പത്തടുത്താണ് വീട്, മുപ്പത്തടം എരമം ഭാഗത്താണ്. പ്രിയപ്പെട്ട ജോർജ് സാറ് നമ്മുടെ വിനാനുപുരം സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ മുതൽ സ്റ്റേഷനിൽ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും എന്നെ വിളിക്കും. അതുപോലെ തന്നെ സുധീരനെ വിളിക്കും, അതുപോലെ തന്നെ ബിനോടി മാലിനെ വിളിക്കും, എല്ലാവരും വിളിക്കും. അപ്പൊ ഞങ്ങൾ എല്ലാവരും സ്നേഹത്തോടെ ചെല്ലാറുണ്ട്. അതുപോലെ തന്നെ എന്തൊരു ചന്ദ്രമാണത്, കേൾക്കാനെന്തൊരു ഇമ്പമാണത്. രംഗത്ത് ഉയർന്നു വന്നിട്ടിരിക്കുന്ന സമയത്ത് അന്നത്തെ സാമ്പത്തിക നില പ്രശ്നമായതുകൊണ്ട് അച്ഛന് ഉയരാൻ പറ്റിയില്ല. അതൊക്കെ നേടിയെടുക്കാൻ
എന്നെ ഒരു കലാകാരനാക്കാനുള്ള ശ്രമം അച്ഛൻ നടത്തിയിരുന്നു ചെറുപ്പം മുതല്. അപ്പോൾ എവിടെ പരിപാടി ഉണ്ടെങ്കിലും പാട്ടാണെങ്കിലും, ഞാനൊരു ചെണ്ടമേളക്കാരൻ കൂടിയാണ്, അപ്പോൾ പാട്ടാണെങ്കിലും മേളമാണെങ്കിലും എന്നെ അതിന്റെ ഫ്രണ്ടിലേക്ക് തള്ളിവിടാൻ അച്ഛൻ എപ്പോഴും ഒരു കൈ തരുമായിരുന്നു. അപ്പോൾ അച്ഛൻ മുകളിൽ ഇതെല്ലാം കാണുന്നുണ്ടാവും. ഞാനൊന്ന് കരയുമ്പോൾ അറിയാതെ ഉരുകുമേ അച്ഛനെയാതെ ഇഷ്ടം. ദൈവഭക്തി ജ്ഞാനത്തിന്റെ ഉറവിടമാണ്. ജ്ഞാനിയായ ഒരു വ്യക്തിക്ക് മാത്രമേ നല്ല പ്രായം തികഞ്ഞ് ജീവിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് അവരെ ആദരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഞാൻ പറയുന്നവര് ഉടനെ വേദിയിലേക്ക് വരിക. യൂണിറ്റ് 13, അദ്ദേഹം 4 മക്കളുടെ പിതാവ് കൂടിയാണ്. ശ്രീ ആന്റണി മേനാഞ്ചേരി, യൂണിറ്റ് 4. ശ്രീ ആന്റണി പഞ്ഞിക്കാരൻ, യൂണിറ്റ് 4. യോഗത്തിന്റെ ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ, വേദിയിലും സദസ്സിലുള്ള വിശിഷ്ടാതികളെ, നമ്മുടെ ഇടവകയിൽ ആദ്യമായി ആഘോഷപൂർവ്വം നടത്തുന്ന ഫാദേഴ്സ് ഡേ വളരെ ഗംഭീരമായി നടത്തുവാൻ സാധിച്ചതിലുള്ള ഏറെ സന്തോഷത്തോടുകൂടി ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. അവസാനം വരെ ഞങ്ങളോടൊപ്പം നിൽക്കുകയും ഇന്ന് രാവിലെ നടന്ന ഗെയിംസിൽ പിതാക്കന്മാരോടൊപ്പം പങ്കെടുത്ത് ഞങ്ങളെ ആവേശം കൊള്ളുകയും ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയും ചെയ്ത നമ്മുടെ വികാരിയച്ഛൻ ഫാദർ കോളിച്ചുള്ളി എല്ലാവരുടെയും പേരുള്ള നന്ദി പ്രകാശിപ്പിക്കുന്നു. വളരെ തിരക്കുകൾക്കിടയിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊത്തിരിക്കുകയും ഇതിനെക്കുറിച്ച് നല്ല മെസ്സേജ് നൽകുമെന്ന ശ്രീ സുധീർ പറവൂരിനെ വളരെയധികം സന്തോഷത്തോടെ നന്ദി അർപ്പിക്കുന്നു. ഈ സുധീരത്തിന് ആശംസകൾ അറിയിച്ച് സംസാരിക്കുകയും നമ്മുടെ ഇടവയിലേക്ക് കടന്നു വന്ന് ഏതാനും നാളുകൾ കൊണ്ട് തന്നെ എല്ലാവരുടെയും പ്രീതി പിടിച്ചുപറ്റിയ നമ്മുടെ അസിസ്റ്റന്റ് വികാരി ഫാദർ ഡിൻഡു മാണിക്ക് തന്നെ ഏറ്റവും ആദരവോടെ നന്ദി അർപ്പിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരുടെ പരിപാടിയിലേക്ക് കടന്നു വരികയും നമുക്ക് വേണ്ടി നല്ലൊരു ആശംസ സംസാരിച്ച CMC കോൺവെന്റിലെ മദർ സിസ്റ്റർ പ്രീതയെ ഒത്തിരി സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. നമ്മുടെ നാട്ടുകാരനും പ്രശസ്ത പിന്നണികാരനുമായ ജ്യോതിഷ് ബാബു നമ്മുടെ ഈ പരിപാടികൾ പറഞ്ഞപ്പോൾ തന്നെ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ഇവിടെ എത്തുകയും നമുക്കായി നല്ലൊരു ആശംസ നൽകുകയും സരിഗമ പാടിച്ച ടീച്ചറിന്തോ ഒന്നിച്ചിരുത്തി സരിഗമ പാടിച്ച ടീച്ചറിന്തോ കാസേറ്റൻ പാടിപോയി പൈപ്പിച്ചു പാടിച്ച് സ്വന്തത്തിൽ പണിതന്ന ചെന്തോ കാസേറ്റൻ പാടിപോയി പൈപ്പിച്ച് പാടിച്ച് സ്വന്തത്തിൽ പണിതന്ന ചെന്തോ സ്വരപോയതെന്താ പ്രഭാകര ശാസ്ത്രീയ സംഗീത ഗായക നിന്നോട്ടോരക്ഷയായി ചെയ്യുന്ന തുളസീധരനാണ് സിംഗർ തുളസീധരനാണ് കോളറേക്കറ കണ്ടു ഞാൻ കരിവീണതാവാൻ സാധ്യത കേശവാലിന്നീശയിൽ ചെറുപയറു കറിയുടെ സാമ്പിളോ ചോറു തിന്നാ കൈകൾ
കയ്യിൽ വേസ്റ്റ് പോലും ഇല്ലതേ ഇനി രാജുമാ വിശന്നു ഞാനാ ഹോട്ടലിൽ ചെന്നുണ്ണുവാൻ പാൽ പായസം ചോറിന്റെ കൂടെ കറികളും അതിലേറെയായി ആക്രാന്തമോടെ തിന്നു ഞാൻ വയറിന്റെ ഉള്ളിൽ സ്തംഭനം ഇനി ചൂസൽപ്പം മോന്തിട ശ്രീരാജുമ വിശന്നു ഞാനാ ഹോട്ടലിൽ ചെന്നുണ്ണുവാ മാമ്പരം മമ്മൂക്കയുടെ പടത്തിലെ പാട്ടാണ്. അപ്പൊ അതിനെ വെച്ചിട്ട് നമ്മുടെ ചെറുകുടല് വൻകുടല് ആമാശയത്തിന് വെച്ചോണ്ട് ഒരു പാട്ട് എഴുതി. അപ്പൊ ആ പാട്ട് നമ്മൾ കേൾക്കാം. ആമാശയം നേർത്തൊരു ചെറുകുടലിൽ ചാടി വൻകുടലിൽ സൈലന്റായി സ്ഥിതി ചെയ്യുന്നു. നമ്മൾ തിന്നും എല്ലാ കസവിസഹിപ്പിച്ചു കളയുന്നു. നമ്മൾ തിന്നും എല്ലാ കസവിസഹിപ്പിച്ചു കളയുന്നു. ടെറസിന്റെ പോലെ സോദയും വന്നുയർന്നു. മദ്യപാനത്തിന്റെ പകരും സാധനത്തിന് ബുദ്ധിമോശം സർവനാശം കാശിനാശം ആകെ മോശം തനക്കല്ലറയിരുന്നു ആ ബ്രഹ്മണ വള്ളം പോലെ പിടകിരിക്കുന്നു. എന്റെ പാപഭാരമെല്ലാം നീക്കണേ യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ രക്ഷകാ എന്റെ പാപഭാരമെല്ലാം നീക്കണേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ ഇടയവഴി രക്ഷക എന്റെ പാപഭാരമെല്ലാം നീ യേശുവേ
എന്നും നീതിമാന്റെ മാർഗം നൽകണേ. കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ, നീ വരുമ്പോൾ കൺമണിയെ കണ്ടുവോ നീ, കവിളിന കഴുകിയോ നീ, വെള്ളിമണി തീരുന്നല്ലോ തുള്ളി തുള്ളി, നീ വരുമ്പോൾ കള്ളിയവൾ കളി പറഞ്ഞു, കാമന്റെ കഥ പറഞ്ഞു. നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അത് ഞാൻ സഹിച്ചു. Dance Master Vikram. My biological name is Michael Elias Jackson Elias. Vikram Elias. ഡാൻസ് മാസ്റ്റർ വിക്രം സാർ. ഇത്രക്ക് പോപ്പുള്ളതായത് കണ്ടിട്ട് മനസ്സിലായില്ല. അജാറത്തെന്തി मेरे सपनों की रानी कब आएगी तू, रुकूं की रानी कब आएगी तू, मेरी जाए जिंदगानी कब आएगी तू, चलिया चलिया. രാത്രി വധോ സാധികൾ ഉറക്കമുണർത്തുമേ അച്ഛനെയാണെനിക്കിഷ്ടം ഞാനൊന്ന് കരയുമ്പോൾ അറിയാതെ ഉണരുമേ അച്ഛനെയാണെനിക്കിഷ്ടം സൂര്യനാത്തഴുകി ഉറക്കമുണർത്തുമേ അച്ഛനെയാണെനിക്കിഷ്ടം ഞാനൊന്ന് കരയുമ്പോൾ അറിയാതെ ഉണരുമേ അച്ഛനെയാണെനിക്കിഷ്ടം
ഇഷ്ടം എടുക്കും കൈമുമ്പിൽ പോലെ ഒരുപാട് ഇടയിലും പുഞ്ചിരി ചിറകുവിടത്തുമെന്നച്ചൻ പുഞ്ചിരി ചിറകുവിടത്തുമെന്നച്ചൻ സൂര്യനായി ഉറക്കമുണർത്തുമെ അച്ഛനെയാണിഷ്ടം. നമ്മളെന്തിനാണ് ഈ കള്ളന്മാരെ പോലെ പമ്മിക്കുന്നു? അയ്യോ കട്ടന് കൂടെയുള്ള കാര്യം ഞാൻ പറഞ്ഞു. നമ്മൾ കള്ളന്മാരല്ലേ? അപ്പൊ അതിന്റെ അച്ഛനോട് വിളിച്ചു നിൽക്കാൻ അമ്മ ഇന്നെന്താണ് ഈ പകൽ മോഷിക്കാൻ പറ്റുന്നത് പറയാം. വലിവില്ലാത്തവനെ നമ്മളിപ്പോ വന്ന് കയറിയ ഡോക്ടറുടെ വീട്ടിലാണ്. ഡോക്ടർ രാവിലെ 10 മണിക്ക് ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിക്ക് പോയി. ഇനി വൈകിട്ട് 5 മണിക്ക് എത്തത്തുള്ളൂ. അതുവരെ സമയമുണ്ട്. ഇവിടെ സകല സാധനം നമുക്ക് അടിച്ചു മാറ്റാം. പക്ഷെ എന്നൊക്കെ പറഞ്ഞാൽ രാത്രി മോഷ്ടിക്കുന്ന ആളാണ് അതിന്റെ ഒരു സുഖം. സുഖത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കല്ലേ? കഴിഞ്ഞ ദിവസം മിലിറ്ററിക്കാരനെ വീട്ടിൽ നീ എന്ത് തൊഞ്ഞോട്ടാ കാണിച്ചത്? അവിടെ മിലിറ്ററി കോട്ടാൻ ഒരു 4 എടുത്ത് മട കൊടുക്കാൻ കഴിച്ചു. സാറിന് അടിച്ചത് പോട്ടെ. കുറയ്ക്കണ മിലിറ്ററിക്കാരന്റെ ഭാര്യ വിളിച്ചെന്നെ നീ എന്താ പറഞ്ഞത്? മര്യാദ കട്ടാണ് പറയും. നീ വീട്ടിൽ പറയാൻ മറ്റുള്ള വീട്ടിൽ കയറി പറയുന്നത് മിലിറ്ററിക്കാരന്റെ തൊക്കിനെ മനസ്സിൽ രക്ഷപ്പെട്ട കാര്യമൊക്കെ ദൈവം നൂലേ ഇറങ്ങി വെക്കാം. വേറെ ചെറിയൊരു പരിപാടിയുണ്ട്. എന്റെ വീട്ടുകാർ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഞാനൊരു ഡോക്ടറായിട്ട് കാണണം. അതൊരു വല്ലാത്ത ആഗ്രഹമായിട്ട് സമയത്ത് ഡോക്ടർ ഇല്ലാത്തവർ ഞാൻ കുറച്ച് സമയം ഡോക്ടർ ആവണേ. നീ എന്നോടൊന്ന് സൈനികയോടെ നിന്നെ ഞാനൊന്ന് പരിശോധിച്ച് നോക്കട്ടെ. നിനക്ക് വല്ല സുഖമുണ്ടാവും അറിയാമല്ലോ. ശ്വാസം വലിച്ചു വിടും. എടാ ഡോക്ടർമാർ ആദ്യത്തെ കാര്യം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ശ്വാസം വലിച്ചു വിടും. മനിതനുണർത്തിക്കൊള്ള ഇത് മനിതക്കാതലല്ലേ അത് ഞാൻ താണ്ടി പുരികമാണിത്. ഗുണക്കാരന്റെ ഫീലുണ്ട് നിന്റെ എടാ മരുന്ന് കഴിഞ്ഞ് വെച്ച് പോകട്ടെ. ഇത് വാങ്ങിച്ച് വെച്ചാൽ മതി. പോലീസ് വെച്ചതിന് പോണ്ടേ? ആര് വരാനാണ്? ഒരു പേഷ്യന്റ് കഴിഞ്ഞാൽ അടുത്ത പേഷ്യന്റ് അങ്ങനെ ഉണ്ണി വെച്ച ഉണ്ണി അവന്റെ വീട്ടിൽ ഉണ്ണീനെ വിളിക്കുന്നത്. വീട്ടിൽ ഉണ്ണീനെ വിളിക്കുമ്പോൾ ആദ്യം മുഖത്ത് ഉണ്ണി വെച്ചോ. പിന്നെ ഉണ്ണിയില്ലാത്ത ഡോക്ടർ അല്ല ഈ മാസ്കിനെ തോറ്റാണ് ശ്വാസം എടുക്കണ്ടേ സുഹൃത്തേ. രണ്ടും ഇപ്പൊ അതെന്താണ് എടുത്ത ശ്വാസം പുറത്തേക്ക് വരട്ടെ. അല്ല ഇതാണ് മൈക്കാണോ ടൊമാറ്റോ ഇയാൾക്കാണ് ഡോക്ടർ ആവാനുള്ള ഫിഗർ. നിങ്ങൾക്ക് ഒരു കംഫർട്ടബിൾ ഫിഗറാണ്. നമുക്ക് മാറ്റി കളിച്ചാൽ മാറ്റി കളിക്കാൻ ഇത് സ്കിറ്റല്ല. അതെന്നാന്നറിയാമോ? ഇതെന്താണ് ഈ സംഭവം? ഡ്രില്ലിംഗ് മെഷീൻ ഡോക്ടർ ഡ്രില്ലിംഗ് മെഷീൻ. ഈ ഡ്രില്ലിംഗ് മെഷീന്റെ ഉപയോഗം എന്താണ്? അത് ഹോൾഡാൻ വേണ്ടിയിട്ട് കീബോർഡ് ശസ്ത്രക്രിയക്ക് ഹോൾഡാനുള്ള മെഷീനാണ്. നിങ്ങൾ കൈ പൊക്കി പിടിച്ചോണ്ടിരിക്കുന്നത് ഇങ്ങനെ ഓരോന്ന് പൊക്കിക്കൊണ്ടുവരുമല്ലോ. അതെ ഓപ്പൺ സർജറിക്ക് അതിനുവേണ്ടി നമ്മൾ സർജിക്കൽ ബ്ലേഡല്ലേ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. അത് ചെറുത്. അത് വെച്ച് കീറി വരുമ്പോൾ വീട്ടുകാരെ തന്നെ വിഷയമാകും. ഇതാ ആവശ്യമില്ല. മറ്റേക്കത്ത് പിടിക്കും, അനിയത്തിൽ പിടിക്കും. എന്റെ പൊട്ടുപണിയും പിന്നെ പരിപാടി എളുപ്പമായില്ലേ? ചില വിലപിടുത്തമൊന്നും അറിയാൻ ചില കുടിയന്മാർ വരും. അപ്പൊ ഇവിടെ തുറന്നു കഴിഞ്ഞാൽ വിലപിടിപ്പുള്ള വൃക്ക, കരല്, കിഡ്നി ഒന്നും കാണിയില്ല. കൊടുത്ത് നച്ചു എല്ലാവരും ഒരുപോലെ പാടില്ല വന്നത്. പിന്നെ എന്തിനാണ് ഈ പാട്ട് വന്നുകൊണ്ട് ഞങ്ങൾ ഇവിടെ കിലോയാണ്. അവർ സിപ്പായിട്ട് തന്നോട്ട് നമ്മുടെ വിഷയമല്ല. അലർജിക്കുള്ള സാധനമല്ലേ എന്ന് പറഞ്ഞേ? അലർജിക്കുള്ള സാധനമാണല്ലോ. നിങ്ങൾക്കൊന്നും സംശയമില്ല. എനിക്കൊരു സംശയമില്ല. നിങ്ങൾ ഞങ്ങളെ ക്ലാസ്സിൽ നിങ്ങൾ വന്ന കാര്യമോ? എനിക്ക് ചെറിയൊരു ജലദോഷം. ജലദോഷം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒലിച്ചു എനിക്കറിയാൻ പാടില്ലായിരുന്നു. പുതിയ അറിവാണ്. ജലദോഷം ഇതിന് മുമ്പ് വന്നപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? അങ്ങനെ ഞാൻ സിട്രസൻ വെക്കും. സിട്രസൻ വെക്കും. അപകടം പിടിച്ച കടുപ്പവേദന വന്ന കേട്ടോ. പറയണ കേൾക്കാൻ പറയാൻ വേണ്ടി സിട്രസൻ വെച്ച് എനിക്ക് പെട്ടെന്ന് അസുഖം മാറി. എന്നാ പിന്നെ പഠിക്കണ്ട. അത് തന്നെ കഴിച്ചു. ആണല്ലേ?
എന്നാ പിന്നെ ഒരു പേപ്പർ ഒന്ന് കുറിച്ച് തരാമോ? നിങ്ങൾക്ക് പറയാമല്ലോ, പറഞ്ഞാൽ അവരെടുത്ത് കഴിക്കുക. എന്റെ സമ്മതമല്ലേ, മെഡിക്കൽ ഷോപ്പിൽ നമ്മൾ എഴുതി കൊടുത്താൽ ഡോക്ടർ ഉൾപ്പെടെ ഉണ്ടെങ്കിൽ അവർ മരുന്ന് വരുള്ളൂ. കാർ ഉണ്ടാക്കി നിങ്ങൾ ആ പറഞ്ഞ സാധനം എടുക്കാൻ നിനക്കറിയോ? പറയാനറിയാമോ? രണ്ടു പറയാൻ പറഞ്ഞ ഞാൻ എഴുതിയിട്ടില്ല. ജലദോഷത്തിന് മരുന്നിന്റെ ആവശ്യമില്ല. നിസ്സാരം ഒരു ആവി പിടിച്ചാൽ മതി. പിന്നെ എനിക്ക് വേറെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇത് തീരുന്നില്ലേ? അതായത് ഈ ഗ്യാസിന് എന്താ ചെയ്യണ്ടേ? അപേക്ഷ കൊടുക്കുക. കൊടുക്കുമ്പോ 2 കുറ്റിക്ക് അപേക്ഷ കൊടുക്കണം. പിന്നെ പുറകെ നമ്മൾ കുറ്റി കിട്ടാൻ ഭയങ്കര പാടാണ്. ഞാൻ പൈസയുടെ ഗ്യാസിന്റെ കൊണ്ടുവന്നവരാണെങ്കിൽ ഗ്യാസ് കിട്ടുന്ന അപേക്ഷ കൊടുക്കണം. ഞാൻ പൈസയിനകത്ത് കയറി ഗ്യാസിന്റെ കാര്യമാണ് പറയുന്നത്. അതിന്റെ വയറ്റിലേക്ക് കയറ്റുന്നതിന് കൺട്രോൾ വേണം. പക്ഷെ ഞാൻ വേറെ ഡോക്ടറെ തന്നെ പറഞ്ഞത് എക്സ്റേ എടുത്ത് നോക്കണം എന്ന് പറഞ്ഞു. പിന്നെ കമാൻഡർ എക്സ്റേ എടുത്തു. ഒരു കുഴപ്പമില്ല, നിങ്ങൾ പെർഫെക്റ്റ് ആണ്. അതെന്ത് എക്സ്റേ അല്ലല്ലോ. ആരെ എക്സ്റേ എടുത്താലും ഇങ്ങോട്ട് 100 മണിയത്തിൽ ആൾ നിൽക്കുന്ന ഫീലിംഗ് ആണ്. ഞങ്ങൾക്ക് പോണം, പോയിട്ട് തിരക്കുണ്ട്. ഞങ്ങൾക്ക് പെട്ടെന്ന് കിഡ്നി മാറ്റി വെക്കാനുണ്ട്. എന്റെ കാര്യം തീരുമാനം ഉണ്ടാക്കിയപ്പോ കിഡ്നി മാറ്റി വെക്കാൻ ഒരുപാട് സമയം എടുക്കും. ഇല്ല, ചെല്ലുക കിഡ്നി എടുക്കാൻ മാറ്റി വെക്കുക പോയില്ല. എന്റെ കാര്യം തീരുമാനം നിങ്ങൾ പ്രശ്നം എന്റെ കാര്യം തീരുമാനം. ഡോക്ടർ എന്നെ സംഭവം ഞാൻ പറഞ്ഞത് എന്റെ പുറത്ത് പറയാൻ പാടില്ല. എന്താണ് എന്റെ പ്രശ്നം പറഞ്ഞാൽ കഷത്തി കുരുവാണ്. ഇത് വലിയ കുരുവായിരുന്നു, ചെറിയ കുരുവാണ്. കഷത്തി കുരു പറ്റുന്നത് അപ്പൊ പറ്റും. കേട്ടോ, ആരും പറ്റുന്നു കുരു പറ്റും. പിന്നെ എന്റെ വീട്ടിൽ മോശിക്കാൻ പിന്നെ പോലീസുകാരെ ഞാൻ വിളിക്കണ്ടേ? അത് ഞാൻ എല്ലാ മത്സരങ്ങളിലും കലാപരിപാടികളിലും പങ്കെടുത്ത എല്ലാവരും വേദിയിലേക്ക് വന്ന് സമ്മാനം സ്വീകരിക്കുക. സമ്മാനം വാങ്ങിക്കഴിഞ്ഞതാണ്. ഈ ഒരു പാട്ട് പാടി ഇവിടെ ഒരു നൃത്തം ചെയ്ത് സന്തോഷത്തോടുകൂടി പിരിഞ്ഞു പോകണം എന്ന് അഭ്യർത്ഥിക്കാൻ ആരും തന്നെ മാറി നിൽക്കരുത്. ഈ പാട്ടിനോടൊപ്പം എല്ലാവരും ഒരുമിച്ച് കൂടി നൃത്തം ചെയ്ത് ഇത് ഏറ്റവും ഗംഭീരമാക്കി അവസാനിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും അവസാനിപ്പിക്കാം. ഓക്കെ,
കത്തിച്ച